പീപ്പിൾ എക്സ്ക്ലൂസീവ് നടിയുടെ വസ്ത്രത്തിൽ പുരണ്ട സ്രവം പൾട്ടിഞ്ഞു. DNA പരിശോധനയിലൂടെയാണ് DNA ഒന്നെന്ന് തെളിഞ്ഞത്. വിവരങ്ങളുമായി ജീവൻ കുമാർ ചേരുന്നുണ്ട്. ജീവൻ, നടിയുടെ വസ്ത്രത്തിൽ നിന്ന് കണ്ടെത്തിയ ശരീരസ്രവം പൾസർ സുനിയുടേത് തന്നെയാണെന്ന് സ്ഥിരീകരിക്കുന്നു. വളരെ നിർണായകമായ ഒരു തെളിവ് തന്നെയാണ് കേസിനെ സംബന്ധിച്ചിടത്തോളം. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സോമി, ഒരുപക്ഷെ ഈ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന ഏറ്റവും ശാസ്ത്രീയമായൊരു ഫലം തന്നെയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന DNA പരിശോധനാ ഫലം. സംഭവം നടക്കുന്ന ദിവസം ഇരയായ നടി ധരിച്ചിരുന്ന വസ്ത്രങ്ങളിൽ നിന്നാണ് പൾസർ സുനിയുടെ ശരീരസ്രവങ്ങൾ നേരത്തെ ലഭിച്ചിരുന്നത്. ഇത് പൾസർ സുനി പിടിയിലായതിനു ശേഷം പൾസർ സുനിയുടെ രക്തസാമ്പിൾ പോലീസ് എടുത്തിരുന്നു. ഇവ തമ്മിലുള്ള ക്രോസ് മാച്ചിങ് ആയിരുന്നു ഫോറൻസിക് പരിശോധനാ വിഭാഗം നടത്തിക്കൊണ്ടിരുന്നത്. ഇവ തമ്മിലുള്ള ഫോറൻസിക് പരിശോധനാ ഫലമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ആ ലഭ്യമായ വിവരങ്ങൾ പ്രകാരം നടിയുടെ വസ്ത്രങ്ങളിൽ കണ്ട ശരീരസ്രവവും പൾസർ സുനിയുടെ ശരീരത്തിൽ നിന്നെടുത്ത രക്തവും തമ്മിൽ ക്രോസ് മാച്ച് ചെയ്യുന്നു. അതോടുകൂടി ഈ നടിയെ പീഡിപ്പിച്ച പ്രതി പൾസർ സുനി തന്നെയാണെന്ന് അസന്നിഗ്ധമായി തെളിയിക്കാൻ കഴിയുന്ന ശാസ്ത്രീയമായ പരിശോധനാ ഫലം പോലീസിന് ലഭിച്ചിരിക്കുകയാണ്. അതുതന്നെയാണ് അല്പസമയങ്ങൾക്ക് മുമ്പ് നമ്മളുമായി സംസാരിച്ച നിയമവിദഗ്ധർ എല്ലാവരും തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നതും. ഇനി ഈ കേസിൽ പൾസർ സുനി അല്ല പീഡിപ്പിച്ചതെന്ന് പൾസർ സുനിയുടെ അഭിഭാഷകന് കോടതിയിൽ പോലും വാദിക്കാൻ കഴിയില്ല. കാരണം പൾസർ സുനിയുടെ ശരീരസ്രവങ്ങൾ ശാസ്ത്രീയ പരിശോധനാ ഫലത്തോടു കൂടി നടിയുടെ ശരീരത്തിൽ നിന്നും ലഭിച്ചതോടുകൂടി ഇനി ഈ കേസിലെ ഏറ്റവും നിർണായകമായ തെളിവായി ഇത് മാറുകയാണ്. DNA പരിശോധനാ ഫലം ലഭിച്ചത് പോലീസിന് വേറെ ആശ്വാസകരമായ കാര്യമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ കണ്ടെടുത്തിരിക്കുന്ന മെമ്മറി കാർഡിൽ നിന്നും 6 ക്ലിപ്പുകളാണ് ഇപ്പോൾ ഫോറൻസിക് പരിശോധനാ വിഭാഗത്തിന് മെമ്മറി കാർഡിൽ നിന്നും ലഭിച്ചത്. 6 ക്ലിപ്പുകളും 1 മിനിറ്റിൽ താഴെയുള്ളവയാണ്. 30 സെക്കൻഡ് മുതൽ 57 സെക്കൻഡ് വരെ നീണ്ടു നിൽക്കുന്ന 6 ക്ലിപ്പുകളാണ് ഈ കാര്യത്തിൽ ഉള്ളത്. അതിൽ പലതരത്തിലും ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന ഈ ക്ലിപ്പുകളിൽ എല്ലാം പൾസർ സുനി ആദ്യം ഇത് റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ് ഇനി ആരും മിണ്ടരുത് എന്ന് പറയുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ തനിക്ക് തലവേദനിക്കുന്നു, തനിക്ക് തല കറങ്ങുന്നു എന്ന് പറയുമ്പോഴാണ് ഇത് അവസാനിപ്പിക്കുന്നത്, നടിയെ പീഡിപ്പിക്കുന്നത് അവസാനിപ്പിക്കുന്നത്. ഈ ദൃശ്യങ്ങളിലെല്ലാം തന്നെ ഉടനീളം നടി പല ഘട്ടങ്ങളിലായി തേങ്ങി കരയുന്നുണ്ടായിരുന്നു, വിതുമ്പുന്നുണ്ടായിരുന്നു. അതടക്കമുള്ള ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഫോറൻസിക് പരിശോധനാ വിഭാഗത്തിന് ലഭിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്തായാലും അന്വേഷണ സംഘത്തിന് നേരത്തെ കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും വളരെ പരമപ്രധാനമായ ഒരു കാര്യം, നടി ആക്രമിക്കപ്പെട്ട ദിവസം ചിത്രീകരിച്ച മൊബൈൽ ഫോണോ മെമ്മറി കാർഡോ അല്ല ശാസ്ത്രീയ പരിശോധനാ ഫലത്തിന് വിധേയമാക്കിയത്. പകരം നടി പീഡിപ്പിക്കപ്പെട്ടതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ 9 മണിയോടുകൂടി മറ്റൊരു മെമ്മറി കാർഡിലേക്ക് ഈ ദൃശ്യങ്ങൾ കോപ്പി ചെയ്തിട്ടുണ്ട്. തുടർന്ന് ദൃശ്യങ്ങൾ ചിത്രീകരിച്ച മെമ്മറി കാർഡും ഫോണും മറ്റെവിടെയോ ആർക്കോ കൊടുക്കുകയോ അല്ലെങ്കിൽ ഉപേക്ഷിക്കുകയോ ചെയ്തതിനു ശേഷം ഈ മെമ്മറി കാർഡ് പൾസർ സുനിയുടെ ഒരു അഭിഭാഷകന്റെ കൈവശമാണ് ഉണ്ടായിരുന്നത്. അത് പിന്നീട് പോലീസ് പിടിച്ചെടുക്കുകയായിരുന്നു. അതിൽ നിന്നാണ് ഞാൻ ഈ പറഞ്ഞ ദൃശ്യങ്ങൾ 6 ക്ലിപ്പുകൾ ലഭിച്ചത്. അതിനെയൊക്കെക്കാൾ വലിയൊരു തെളിവാണ് ഇപ്പോൾ ഫോറൻസിക് പരിശോധന ഫലത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. DNA ക്രോസ് മാച്ച് ചെയ്തിരിക്കുന്നു. അതോടുകൂടി ഈ അന്വേഷണത്തിൽ ഏറെ വഴിത്തിരിവാകുന്ന പൾസർ സുനിയെ ഈ കേസുമായി ബന്ധിപ്പിക്കുന്ന ഏറ്റവും നിർണായകമായ തെളിവായി ഇത് മാറുകയാണ്. സോമി, നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ നടിയുടെ വസ്ത്രത്തിൽ നിന്ന് ലഭിച്ച ശരീരസ്രവം പൾസർ സുനിയുടേത് തന്നെയാണെന്ന് ഫോറൻസിക് വിഭാഗം സ്ഥിരീകരിച്ചിരിക്കുന്നു. ഫോറൻസിക് വിഭാഗം റിപ്പോർട്ട് അന്വേഷണ സംഘത്തിന് കൈമാറുകയും ചെയ്തു. ഒപ്പം തന്നെ നടി ആക്രമിക്കപ്പെട്ട ദൃശ്യങ്ങളും കണ്ടെടുത്ത മെമ്മറി കാർഡിൽ നിന്ന് വേർതിരിച്ചിട്ടുണ്ട്. ജീവനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. നടി ആക്രമിക്കപ്പെട്ട കേസിലെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുൻ DGP സെൻകുമാർ പുറത്തു പറയുന്ന കാര്യങ്ങളെല്ലാം അവാസ്തവമെന്ന് ADGP B സന്ധ്യ. അന്വേഷണം സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും സെൻകുമാറിന് അറിയാമായിരുന്നെന്ന് സന്ധ്യ DGP ബെഹ്റയ്ക്ക് നൽകിയ കത്തിൽ സൂചിപ്പിക്കുന്നു. ജൂൺ 22-ന് നടന്ന യോഗത്തിൽ എല്ലാ കാര്യങ്ങളും സെൻകുമാറിനെ ധരിപ്പിച്ചിരുന്നതായും സന്ധ്യ കത്തിൽ ചൂണ്ടിക്കാട്ടി. വിവരങ്ങളുമായി MR സജേഷ് ചേരുന്നുണ്ട്. സജേഷ്, എന്തൊക്കെ കാര്യങ്ങളാണ് B സന്ധ്യ കത്തിൽ പറയുന്നത്? സോമി, നടി ആക്രമിക്കപ്പെട്ട കേസിൽ അന്വേഷണം ശരിയായ ദിശയിലല്ലെന്ന് മുൻ DGP TP സെൻകുമാർ ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. ഇതിനെതിരെയാണ് അന്വേഷണ ചുമതലയുള്ള B സന്ധ്യ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. DGP ലോക്നാഥ് ബെഹ്റയ്ക്ക് നൽകിയിട്ടുള്ള കത്തിൽ അന്വേഷണത്തിൽ ഏകോപനമുണ്ടെന്ന് വ്യക്തമാക്കുന്ന തരത്തിൽ
ഉള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അന്വേഷണത്തിൽ ഏകോപനമില്ല, അന്വേഷണം ശരിയായ ദിശയിലല്ല എന്ന മുൻ DGP TP സെൻകുമാറിന്റെ പരാമർശങ്ങളും അതനുസരിച്ച് ജൂൺ 30 തനിക്ക് നൽകിയ കത്തും വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ ഉൾപ്പെടുന്നതാണ്. ഇക്കാര്യത്തിൽ കൂടുതൽ വിശദമായ വിവരങ്ങൾ അവർ നൽകുന്നുണ്ട്. ജൂൺ 22 ആലുവ പോലീസ് ക്ലബിൽ യോഗം ചേർന്നിരുന്നു. അന്വേഷണ പുരോഗതി വിലയിരുത്തുന്നതിനുള്ള യോഗമാണ് ചേർന്നത്. അന്ന് IG ദിനേന്ദ്ര കശ്യപും താനും ആലുവ റൂറൽ SP AV ജോർജും ക്രൈംബ്രാഞ്ച് SP സുദർശനും ഇരിക്കുന്ന സമയത്ത് DGPയെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. അന്ന് വരെയുള്ള അന്വേഷണത്തിന്റെ എല്ലാ പുരോഗതിയും അന്ന് അറിയിച്ചു. അതിനുശേഷം 26 IG-യും ആലുവ റൂറൽ SP-യും നേരിൽ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെത്തി DGP TP സെൻകുമാറിനെ കണ്ട് അന്വേഷണത്തിന്റെ മറ്റ് വിശദാംശങ്ങൾ ധരിപ്പിച്ചിരുന്നു. എന്നാൽ ഇതെല്ലാം ഉണ്ടായിട്ടും അന്വേഷണ കാര്യങ്ങളൊന്നും DGP പോലും അറിഞ്ഞില്ല എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ അദ്ദേഹം നടത്തുന്നത് വാസ്തവ വിരുദ്ധമാണ്. അത് അംഗീകരിക്കാനാകില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ലോക്നാഥ് ബെഹ്റയ്ക്ക് ADGP B സന്ധ്യ വിശദീകരണം നൽകിയിട്ടുള്ളത്. സോമി, ADGP B സന്ധ്യ DGP ലോക്നാഥ് ബെഹ്റയ്ക്ക് നൽകിയ കത്തിന്റെ വിശദാംശങ്ങളാണ് പീപ്പിൾ പുറത്തുവിട്ടത്. അന്വേഷണവുമായി ബന്ധപ്പെട്ട് TP സെൻകുമാർ കേസ് അന്വേഷണം ശരിയായ രീതിയിൽ അല്ല എന്ന് ഒരു കത്ത് നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം കൂടിയാണ് ADGP നൽകിയിരിക്കുന്നത്. അന്നത്തെ ADGP ആയ സെൻകുമാറിന് എല്ലാ കാര്യങ്ങളും വ്യക്തമായി തന്നെ അറിയാമായിരുന്നു. അദ്ദേഹത്തെ എല്ലാ കാര്യങ്ങളും ധരിപ്പിച്ചിരുന്നു എന്നാണ് സന്ധ്യ കത്തിൽ സൂചിപ്പിക്കുന്നത്. MR സജേഷാണ് വിവരങ്ങൾ നൽകിയത്. മറ്റ് വാർത്തയിലേക്ക്. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ 6 പേരെ പോലീസ് ഉടൻ ചോദ്യം ചെയ്യുമെന്ന് സൂചന. ദിലീപ്, നാദിർ ഷാ, അപ്പുണ്ണി, കാവ്യയുടെ അമ്മ, മറ്റൊരു നടി എന്നിവരെയാണ് ചോദ്യം ചെയ്യുക. തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുവെന്നാരോപിച്ച് ദിലീപ് പരാതിക്കൊപ്പം ഹാജരാക്കിയ ശബ്ദരേഖ വീണ്ടും പരിശോധിക്കാൻ പോലീസ് തീരുമാനം. ശബ്ദരേഖയിൽ എഡിറ്റിംഗ് നടന്നതായി സംശയം. കൂടുതൽ വിവരങ്ങളുമായി ഷാജഹാൻ ചേരുന്നുണ്ട്. ഷാജഹാൻ, വിവരങ്ങൾ. സ്വാമി, ഈ കേസുമായി ബന്ധപ്പെട്ട് ദിലീപിന്റെ ഭാഗത്തു നിന്നും നിരവധി തവണ വ്യത്യസ്തമായിട്ടുള്ള മൊഴികൾ വന്ന സാഹചര്യത്തിലാണ് വീണ്ടും ദിലീപിനെയും നഗർഷായും അതോടൊപ്പം തന്നെ കാവ്യ മാധവന്റെ അമ്മയെ ചോദ്യം ചെയ്യുന്നതിന് പോലീസ് നിർദ്ദേശം നൽകിയത്. ഇതിന്റെ ഭാഗമായിട്ട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ചോദ്യം ചെയ്യാനായിരുന്നു തീരുമാനമെങ്കിലും മാധ്യമങ്ങളിലൂടെ വാർത്ത പുറത്തു വന്ന സാഹചര്യത്തിൽ ഇത് ആലുവ ഗസ്റ്റ് ഹൗസിൽ നിന്നും മറ്റ് രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന. ഇത്തരത്തിൽ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന തെളിവുകളും നേരത്തെ ദിലീപ് നൽകിയ മൊഴി മാറ്റി പറഞ്ഞതിന്റെ രേഖകളും എല്ലാം കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് തുടർ അന്വേഷണവും അല്ലെങ്കിൽ അതിന്റെ തുടർ നടപടികളിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടാണ് പോലീസ് തീരുമാനിച്ചിരുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ 3 പേരെയും ചോദ്യം ചെയ്യാൻ പോലീസ് വിളിച്ചിരുന്നത്. ഇതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് 6 പേരെ ഫ്രെയിം ചെയ്തുകൊണ്ടാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം മുൻപോട്ട് പോകുന്നത്. 6 പേര് ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകാൻ സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ കേസിൽ മറ്റൊരു നടി കൂടി ഉൾപ്പെടാൻ സാധ്യതയുള്ളതായിട്ടും സൂചനയുണ്ട്. ഇതോടൊപ്പം തന്നെ ദിലീപ് നേരത്തെ നൽകിയ പരാതിക്കൊപ്പം നൽകിയ ഓഡിയോ ടേപ്പിലും അത് എഡിറ്റ് ചെയ്താണ് നൽകിയിരുന്നതെന്നുള്ള ഒരു സംശയവും പോലീസിനുണ്ട്. ഷാജഹാനാണ് ആലപ്പുഴയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ജോർജേട്ടൻ സ്ഫൂരം എന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിൽ പൾസർ സുനി എത്തിയത് ഡ്രൈവറായെന്ന് സ്ഥിരീകരണം. ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ ചുമതല വഹിച്ചിരുന്ന മുരുകനെ പോലീസ് ചോദ്യം ചെയ്തു. 2 ദിവസങ്ങളിലാണ് പൾസർ സുനി ലൊക്കേഷനിൽ എത്തിയത്. ദിൽജിത്ത് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ദിൽജിത്ത്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ടോമി, പോലീസിന് ലഭിച്ച ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ തൃശൂരിലെ ക്ലബ്ബ് ജീവനക്കാരെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ സുനി ജോർജേട്ടൻ സ്ഫൂരം എന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിൽ ഔദ്യോഗികമായി തന്നെ അതിന്റെ ക്രൂവിന്റെ ഭാഗമായി തന്നെ എത്തിയിരുന്നു എന്നതിന്റെ സ്ഥിരീകരണമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ലൊക്കേഷനിലെ ഡ്രൈവർക്ക് പകരമായാണ് സുനി 2 ദിവസങ്ങളിലായി എത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ ചുമതല വഹിച്ചിരുന്ന മുരുകനെ പോലീസ് ചോദ്യം ചെയ്തു. മുരുകനെ ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് അതിൽ നിന്ന് ലഭിച്ച വിവരം 2 ദിവസങ്ങളിലായി ഇത്തരത്തിൽ ഡ്രൈവർക്ക് പകരമായി പൾസർ സുനി സെറ്റിൽ എത്തിയിരുന്നതാണ്. എന്നാൽ സെറ്റിൽ വെച്ച് പൾസർ സുനിയും ദിലീപും തമ്മിൽ കാണുകയോ സംസാരിക്കുകയോ ചെയ്തു എന്ന കാര്യം തനിക്ക് ബോധ്യമില്ലെന്നുള്ള മൊഴിയാണ് മുരുകൻ നൽകിയിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ പൾസർ സുനിക്ക് ഇത്തരത്തിലുള്ള ഒരു കൊട്ടേഷൻ ലഭിച്ചിട്ടുള്ളത് സിനിമാ സെറ്റിൽ വെച്ചാണ് എന്നൊരു പോലീസിന്റെ സംശയത്തിന് കൂടുതൽ ബലം നൽകുന്ന ഒരു മൊഴിയാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ഏതായാലും ജോർജേട്ടൻ സ്ഫൂരത്തിന്റെ മറ്റ് ലൊക്കേഷനുകൾ, തൃശൂർ നഗരത്തിലെ മറ്റ് ലൊക്കേഷനുകളിൽ കൂടി ജോർജേട്ടൻ സ്ഫൂരത്തിന്റെ ഷൂട്ടിംഗ് നടന്നിരുന്നു. ഈ ലൊക്കേഷനിൽ ഉണ്ടായിരുന്ന പ്രൊഡക്ഷൻ ചുമതലക്കാരെയും ക്രൂ അംഗങ്ങളെയും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ വെക്കുകയും ചോദ്യം ചെയ്യൽ നടത്തുകയും ചെയ്യുന്ന നടപടികൾ തുടരുകയാണ്. ദിൽജിത്താണ് തൃശൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. നടിയെ ആക്രമിക്കുന്നതിന് മുൻപ് പൾസർ സുനി വിളിച്ച 4 നമ്പറുകളുമായും അപ്പുണ്ണിക്ക് പോലീസ്
തിരിച്ചറിഞ്ഞതായി സൂചന. തന്റെ നമ്പറിൽ നിന്ന് വിളിച്ചത് ദിലീപ് അന്ന് അപ്പുണ്ണി മൊഴി നൽകിയതായും ബന്ധമുണ്ടെന്ന് വിവരമുണ്ട്. പൾസർ സുനി നിരന്തരമായി വിളിച്ചിരുന്ന ഫാൻസി നമ്പറുകളിൽ ഒന്ന് നാദിർഷയുടേതെന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ദിലീപ് ആലുവയിലെ വീട്ടിലാണുള്ളത്. എന്നാൽ കൊച്ചിയിലുള്ള കാവ്യ എവിടെയാണെന്നതിനെക്കുറിച്ച് കൃത്യമായ വിവരവുമില്ല. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ സിബി ചേരുന്നുണ്ട്. സിബി, വിശദാംശം. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർണായകമായ തെളിവുകൾ അവസാനവട്ട ഘട്ട ഒരു തെളിവെടുപ്പിലേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത്. എന്തായാലും ഈ പൾസർ സുനി കാക്കാട് ജയിലിൽ നിന്ന് വിളിച്ച ഫോണുകളും അതോടൊപ്പം തന്നെ ഈ സംഭവം നടക്കുന്ന ഫെബ്രുവരി 17 മുമ്പ് 2016 നവംബർ 23 മുതൽ നടത്തിയ ഫോൺ വിളികളുടെയും വിശദാംശങ്ങൾ പോലീസ് തേടിയപ്പോൾ തന്നെ ഈ നമ്പറിൽ നിന്ന് ഒരു 4 നമ്പറിലേക്ക് സ്ഥിരമായി പൾസർ സുനി വിളിച്ചതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് പൾസർ സുനിയുടെ ദിലീപിന്റെ മാനേജർ അടക്കമുള്ള അപ്പുണ്ണി അടക്കമുള്ളവരുടെയാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഫോൺ സംഭാഷണം സംബന്ധിച്ച ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് നീങ്ങുന്നത്. അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാക്കാട് ജയിലിൽ വെച്ച് എഴുതിയ കത്തിന്റെ അടിസ്ഥാനത്തിലുള്ള തെളിവെടുപ്പും പുരോഗമിക്കുകയാണ്. പിന്നെ കാവ്യ കാക്കനാട് കാവ്യയുടെ ഓൺലൈൻ ഷോപ്പായ ലക്ഷ്യയിൽ കഴിഞ്ഞ ദിവസം പോലീസ് റെയ്ഡ് നടത്തിയിരുന്നു. ഈ റെയ്ഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിട്ടിയ മെമ്മറി കാർഡിലുള്ള വിശദാംശങ്ങളും ഇപ്പോൾ പുറത്തുവിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടി ഇതിന്റെ എല്ലാം സ്ഥിരീകരണം എന്നതാണ് ഇപ്പോൾ പോലീസ് ഇവരെ ദിലീപിനെയും നാദിർഷയെയും അതോടൊപ്പം തന്നെ ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയെയും പിന്നെ നടി കാവ്യയിലേക്കും കാവ്യയുടെ അമ്മയിലേക്കും അന്വേഷണം നീങ്ങുന്നത്. എന്തായാലും കാവ്യയും കാവ്യയുടെ അമ്മയും പോലീസ് ചോദ്യം ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഈ കാവ്യയുടെയും കാവ്യയുടെ അമ്മയുടെയും പേരിലാണ് ഈ ലക്ഷ്യം എന്ന സ്ഥാപനം. ഇവിടെ നിന്നാണ് മെമ്മറി കാർഡ് ഉൾപ്പെടെയുള്ളവ കിട്ടിയിട്ടുള്ളത്. എന്തായാലും ഈ അന്വേഷണം ഇപ്പോൾ വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിലീപും നാദിർഷയും കഴിഞ്ഞ ദിവസം 13 മണിക്കൂർ ചെയ്ത ചോദ്യം ചെയ്യലിൽ നൽകിയ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ വീണ്ടും ചോദ്യം ചെയ്യും. എന്തായാലും ഈ അവസാന ഘട്ട ഒരു അന്വേഷണത്തിൽ എല്ലാവിധ തെളിവുകളും ശേഖരിച്ചുകൊണ്ട് തന്നെ ഈ കേസിൽ ഗൂഢാലോചന പുറത്തുകൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് പോലീസ്. സോമി, സിബി ജോസഫാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. പൾസർ സുനിയുടെ സഹതടവുകാരൻ ജിൻസൺ കോടതിയിൽ നൽകിയ മൊഴി പുറത്ത്. 3 ദിവസം തുടർച്ചയായി നാദിർഷ, അപ്പുണ്ണി എന്നിവരെ പൾസർ സുനി വിളിച്ചു. സെല്ലിന് ഉള്ളിൽ വെച്ചായിരുന്നു ഫോൺ വിളി. നാദിർഷയുമായി സുനി പ്രതിഫലത്തിന്റെ കാര്യം സംസാരിച്ചിരുന്നു. കാവ്യയുടെ കടയിൽ എന്തോ സാധനം ഏൽപ്പിച്ചുവെന്ന കാര്യം സുനി പറയുന്നത് താൻ കേട്ടുവെന്നും ജിൻസന്റെ മൊഴിയിലുണ്ട്. പൾസർ സുനിയുടെ സഹതടവുകാരനായിരുന്ന ജിൻസൺ ആലുവ കോടതിയിൽ നൽകിയ രഹസ്യമൊഴിയാണ് പുറത്തു വന്നിരിക്കുന്നത്. നാദിർഷയ്ക്കും അപ്പുണ്ണിക്കും കേസിൽ പങ്കുണ്ടെന്ന് തോന്നിയിട്ടുണ്ടെന്ന് ജിൻസൺ മൊഴി നൽകി. 3 ദിവസം തുടർച്ചയായി സുനി നാദിർഷയെയും അപ്പുണ്ണിയെയും വിളിച്ചിരുന്നു. പ്രതിഫലത്തെക്കുറിച്ച് നാദിർഷയോട് സംസാരിച്ചു. തുകയെക്കുറിച്ച് അവർ തമ്മിൽ തർക്കമുണ്ടായതായി അറിയില്ലെന്നും ജിൻസന്റെ രഹസ്യമൊഴിയിൽ പറയുന്നു. കാവ്യയുടെ സ്ഥാപനത്തിൽ എന്തോ കൊടുത്തെന്ന് പറയുന്നത് താൻ കേട്ടു. ദിലീപ്, നാദിർഷ എന്നിവരുമായി മറ്റ് ചില ഇടപാടുകൾ ഉണ്ടെന്ന് സുനി പറഞ്ഞതായും ജിൻസന്റെ രഹസ്യമൊഴിയിലുണ്ട്. മാഡം എന്ന് ഉദ്ദേശിക്കുന്നത് കാവ്യയുടെ അമ്മേനെയാണോ കാവ്യനാണോ എന്നുള്ളതൊന്നും മാഡം എന്നുള്ള വേർഡൊന്നും അവിടെ യൂസ് ചെയ്തിട്ടില്ല. കാവ്യയുടെ പേര് അവിടെ വിളിച്ചപ്പോ യൂസ് ചെയ്തായിരുന്നു. കാവ്യയുടെ കടയിൽ നിന്നും പറഞ്ഞിട്ടൊരു വേർഡ് ഞാൻ കേട്ടിരുന്നു. പണം ആവശ്യപ്പെട്ടുള്ള കത്ത് ദിലീപിന് നേരിട്ടെത്തിക്കാനായിരുന്നു ആദ്യ ശ്രമമെന്നും ജിൻസന്റെ മൊഴിയിൽ പറയുന്നു. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിലെ ഗൂഢാലോചന അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിന് ലഭിച്ചിരിക്കുന്ന പ്രധാന തെളിവാണ് ജിൻസന്റെ രഹസ്യമൊഴി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പൂർണ്ണമായും തെളിവുകൾ കിട്ടിയാൽ മാത്രമേ കൂടുതൽ പ്രതികളെ അറസ്റ്റ് ചെയ്യൂ എന്ന് DGP ലോക്നാഥ് ബെഹ്റ. അറസ്റ്റ് വേണമോ എന്ന് അന്വേഷണ സംഘം തീരുമാനിക്കും. അന്വേഷണം ശരിയായ ദിശയിലാണെന്നും DGP വ്യക്തമാക്കി. Is going on in full swing, and that I cannot say now. That investigation team will do. See, you understand this. It's a team. ആ ടീമിലെ ഇൻവെസ്റ്റിഗേഷന് അറിയുന്ന ആൾക്കാർ തന്നെയാണ്. They sit together. They decide these things, and this is to be done in the best way. അത് നമുക്ക് കേസ് തെളിയിക്കാൻ വേണ്ടിയിട്ട്. That they are doing. All reports, whatever is coming, is a different matter. But the thing is that the investigation is going on full swing. കലാഭവൻ മണി ഉണ്ടായിരുന്നെങ്കിൽ തന്റെയും ദിലീപിന്റെയും നിരപരാധിത്വം തെളിയിക്കാൻ മുൻപന്തിയിൽ ഉണ്ടായിരുന്നേനെ എന്ന് സംവിധായകനായ നാദിർഷ. ഫേസ്ബുക്കിലൂടെയാണ് നാദിർഷയുടെ പ്രതികരണം. മണിയുടെ മൃതദേഹത്തിന് അരികിൽ നാദിർഷയും ദിലീപും നിൽക്കുന്ന ചിത്രവും ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട്. പിന്നീട് നാദിർഷ ഈ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു.
പള്ളിത്തർക്കത്തിൽ യാക്കോബായ സഭയ്ക്ക് തിരിച്ചടി. കോലഞ്ചേരി അടക്കമുള്ള തർക്കമുണ്ടായ പള്ളികൾ ഭരിക്കേണ്ടത് 1934 മലങ്കര സഭാ ഭരണഘടനാ പ്രകാരമെന്ന് സുപ്രീംകോടതി വിധി പുറപ്പെടുവിച്ചു. 1913 കരാർ അനുസരിച്ച് പള്ളി ഭരിക്കാൻ അനുവദിക്കണമെന്ന് യാക്കോബായ സഭയുടെ ആവശ്യം സുപ്രീംകോടതി തള്ളി. നിർണായകമായ വിധിന്യായം എഴുതാൻ കോടതിയുടെ അവധിക്കാലം മുഴുവൻ ഉപയോഗിക്കേണ്ടി വന്നതായി ജസ്റ്റിസുമാർ. മലങ്കര ഓർത്തഡോക്സ് സഭയും യാക്കോബായ സഭയും പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന തർക്കത്തിലാണ് സുപ്രീംകോടതി വിധി പുറപ്പെടുവിച്ചത്. പള്ളിഭരണം സംബന്ധിച്ച് ഇരുസഭകൾ തമ്മിൽ തർക്കമുള്ള കോലഞ്ചേരി, വരിക്കോലി, മണ്ണത്തൂർ പള്ളികളിലെ ഭരണം നടത്തേണ്ടത് 1934 മലങ്കര സഭ ഭരണഘടനാ പ്രകാരമെന്ന് സുപ്രീംകോടതി ഉത്തരവിട്ടു. ഇത് സംബന്ധിച്ച് 1995 സുപ്രീംകോടതി പുറപ്പെടുവിച്ച വിധി മാത്രമേ നിലനിൽക്കൂ. ഈ വിധി അംഗീകരിക്കാതെ 1913 ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ പള്ളി ഭരിക്കാൻ അനുവദിക്കണമെന്ന യാക്കോബായ സഭയുടെ വാദം സുപ്രീംകോടതി അംഗീകരിച്ചില്ല. പള്ളിഭരണത്തിനായി 2002 യാക്കോബായ സഭ രൂപീകരിച്ച ഭരണഘടന നിലനിൽക്കില്ലെന്നും വിധിന്യായത്തിൽ സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി. 1934 മലങ്കര സഭ ഭരണഘടന മാറ്റം വരുത്താനും സുപ്രീംകോടതി തയ്യാറായില്ല. 100ഓളം പള്ളികളിൽ ഇരുസഭകളും തമ്മിൽ തർക്കം നിലനിൽക്കുന്നുണ്ട്. വിധി ഇവയെയും ബാധിക്കും. വിധിന്യായമെഴുതാൻ കോടതിയുടെ ഇക്കഴിഞ്ഞ അവധിക്കാലം മുഴുവൻ ഉപയോഗിക്കേണ്ടി വന്നതായി ബെഞ്ചിലുണ്ടായിരുന്ന ജസ്റ്റിസ് മിശ്ര പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ദില്ലി. കോടതി വിധി സ്വാഗതാർഹമെന്ന് ഓർത്തഡോക്സ് സഭാ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ. കലഹം കൊണ്ട് പ്രയോജനമില്ല. വിധി സർക്കാർ നടപ്പിലാക്കി തരുമെന്ന് വിശ്വസിക്കുന്നു. കോടതി വിധിയും ഭരണഘടനയുമാണ് സമാധാനത്തിന് അടിസ്ഥാനമെന്നും രാജ്യത്തിന്റെ ഭരണഘടന അംഗീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ സുപ്രീം കോടതിയിൽ നിന്ന് ഒരു വിധി ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഉള്ളടക്കം ഏതാണ്ടൊക്കെ എല്ലാവർക്കും അത് ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സുപ്രീം കോടതിയുടെ വിധിന്യായത്തിൽ 1934 ഭരണഘടന സാധുവാണെന്നും മറ്റ് ഒരു ഉടമ്പടിക്കോ മറ്റു വിധത്തിലുള്ള ഏതെങ്കിലും സംഘടനയുടെ നിയമങ്ങൾക്കോ ഒന്നും തന്നെ മലങ്കര സഭയിൽ സ്ഥാനമില്ല, പിന്നെ സ്വത്തുക്കൾക്ക് അവകാശമില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. തനിക്കെതിരായ പരാമർശങ്ങളിൽ മുൻ DGP TP സെൻകുമാറിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ADGP ടോമി ജെ തച്ചങ്കരി. പോലീസ് സേനയുടെ എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ച ശേഷം പുറത്തിറങ്ങി സേനയുടെ അന്തസ്സ് കളയുന്ന പ്രസ്താവന നടത്തരുതെന്നും തച്ചങ്കരി പറഞ്ഞു. നാദിർഷയെ കൊച്ചിയിലെത്തി കണ്ടിരുന്നോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് തച്ചങ്കരി പ്രതികരിച്ചില്ല. പോലീസ് അസോസിയേഷൻ കൊല്ലം റൂറൽ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ടായിരുന്നു നിലവിലെ വിവാദങ്ങൾക്ക് തച്ചങ്കരി മറുപടി പറഞ്ഞു തുടങ്ങിയത്. പോലീസ് സേനയുടെ എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ച ശേഷം പുറത്തിറങ്ങി സേനയുടെ അന്തസ്സ് കളയുന്ന പ്രസ്താവന ആരും നടത്തരുത്. ഒരു വ്യക്തിയല്ല കേരള പോലീസ്. നമ്മൾ ഒരിക്കലും നമുക്കന്നം തരുന്ന നമ്മുടെ സേനയെ നമ്മളാകുന്ന രീതിയിൽ വാക്കുകൊണ്ടോ പ്രവർത്തികൾ കൊണ്ടോ ചിന്തകൾ കൊണ്ടോ ഭാവനകൾ കൊണ്ടോ പോലും അപജയപ്പെടുത്തുവാൻ അനുവദിക്കരുതേ. എന്റെ പ്രിയ സുഹൃത്തുക്കളെ, എനിക്ക് നിങ്ങളോട് അതേ പറയാനുള്ളൂ. വീട്ടിൽ പറയേണ്ട കാര്യങ്ങൾ പൊതുജനത്തിന് മുന്നിൽ പറഞ്ഞ് വിഴുപ്പലക്കരുത്. തനിക്ക് ശേഷം പ്രളയമെന്ന് ആരും കരുതുകയും ചെയ്യരുത്. പക്ഷേ ഇതൊക്കെ താൽക്കാലികമാണ്. പച്ചയില പഴുത്ത് നിലത്ത് വീഴുന്നു. ആദ്യത്തെ ദിവസങ്ങളിൽ അത് മഞ്ഞ നിറമുണ്ട്. പിന്നെ അതിൽ അണുക്കൾ കയറും, ജീർണിക്കും, മണ്ണോടറിയും. ഇതൊരു പ്രപഞ്ച തത്വമാണ്. ഈ തത്വത്തിൽ നമുക്ക് വിശ്വസിച്ചേ പറ്റൂ. പുസ്തകമെഴുതി പ്രശസ്തരാവാനാണ് ചിലരുടെ ശ്രമമെന്നും ജേക്കബ് തോമസിനെ വിമർശിച്ചുകൊണ്ട് തച്ചങ്കരി പറഞ്ഞു. അപ്പൊ ഇതൊക്കെ ഒരു സ്റ്റൈലാ. ഏതാ പുതിയ സ്റ്റൈൽ? പുസ്തകം എഴുതുക, ഇങ്ങനത്തെ ഡയലോഗ്. മാധ്യമപ്രവർത്തകർ പ്രതികരണം ആരാഞ്ഞപ്പോഴായിരുന്നു TP സെൻകുമാറിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് തച്ചങ്കരി വ്യക്തമാക്കിയത്. സമകാലിക പ്രശ്നങ്ങളോട്ടൊന്നും യാതൊരു ബന്ധമില്ല. സമകാലിക പ്രശ്നങ്ങളിൽ ഞാൻ നിയമ നടപടികൾ സ്വീകരിക്കും. അതേസമയം നാദിർഷയെ കണ്ടിരുന്ന എന്ന ചോദ്യത്തിന് ടോമിൻ തച്ചങ്കരി പ്രതികരിച്ചില്ല. ന്യൂസ് ബ്യൂറോ, കൊല്ലം.